ഖുർആൻ യാത്രയുടെ 27-ാം ദിവസത്തിലേക്ക് സ്വാഗതം. സൂറത്തു ദാരിയാത്തിൻ്റെ അവശേഷിക്കുന്ന ഭാഗം മുതൽ സൂറത്തുൽ ഹദീദ് വരെയുള്ള 7 സൂറത്തുകൾ അടങ്ങുന്നതാണ് ഈ ജുസ്. വിശുദ്ധ ഖുർആനിൻ്റെ കേന്ദ്രപ്രമേയങ്ങളിലൊന്നായ പരലോകമാണ് ഇവിടെ നിന്നങ്ങോട്ടുള്ള സൂറകൾ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും പടച്ചത് തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന പ്രധാനപ്പെട്ട സൂചന വരുന്നത് 56-ാം സൂക്തത്തിലാണ്. സൂറത്തു തൂറിലാകട്ടെ അന്ത്യനാളിനെ കുറിച്ചുള്ള വിശദാംശങ്ങളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയെ മുൻനിർത്തിയുള്ള വിശദാംശങ്ങളുമാണ്. സൂറത്തു നജ്മിലേക്ക് എത്തുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് സിദ്റത്തുൽ മുൻതഹ വരെ നടത്തിയ യാത്രയെക്കുറിച്ച് പരാമർശമുണ്ട്. ഒരാളുടെ ഭാരം മറ്റൊരാൾ നാളെ പരലോകത്ത് ചുമക്കാനുണ്ടാകില്ല എന്ന് 38-ാം സൂക്തം അസന്നിഗ്ധമായി പറഞ്ഞു വെക്കുന്നു. ചന്ദ്രൻ പിളരുന്നതിനെ കുറിച്ചാണ് അന്ത്യനാൾ അടുത്തിരിക്കുന്നു എന്ന മുന്നറിയിപ്പായിക്കൊണ്ട് 1-ാമത്തെ സൂക്തം തന്നെ സൂറത്തുൽ ഖമറിൽ പറയുന്നത്. വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്നൊരു പരാമർശം സൂറത്തുൽ ഖമറിൽ കൂടെ വരുന്നുണ്ട്. അത്രമേൽ എളുപ്പത്തിലാണ് മനുഷ്യർക്ക് ഈ ഖുർആൻ പഠനത്തിനുള്ള സംവിധാനം അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ സാരം. സൂറത്തുർ റഹ്മാനിലേക്ക് വരുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള വിശദമായ പരാമർശത്തോടു കൂടിയാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. മനുഷ്യവർഗത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഒന്നിനു ശേഷം മറ്റൊന്നായി പരാമർശിച്ച ശേഷം ഫബി ഐ ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, ഇവയിൽ ഏതൊന്നാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുക എന്നുള്ള ചോദ്യം കൂടെ വരുന്നുണ്ട് സൂറത്തുർ റഹ്മാനിൽ. ഭൂമിയിലുള്ളതെല്ലാം നശിക്കും, അള്ളാഹു മാത്രം ബാക്കിയാകുമെന്ന സന്ദേശവും ഈ സൂറത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. സൂറത്തുൽ വാക്കിയയിലേക്ക് എത്തുമ്പോൾ മനുഷ്യർ പ്രത്യേകിച്ച് പരലോക നാളിൽ 3ആയി തിരിയുന്നൊരു ഘട്ടത്തെക്കുറിച്ച് വിശദീകരിക്കുകയും അവരുടെ വിധി നിർണയത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. സൂറത്തുൽ ഹദീദിലാകട്ടെ മനുഷ്യരോട്, പ്രത്യേകിച്ച് വിശ്വാസികളോട് ഹൃദയം പിടഞ്ഞു പോകുന്ന ഒരുപാട് ചോദ്യങ്ങൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്. ആരാണ് അള്ളാഹുവിന് കടം കൊടുക്കാനുള്ളത്? ആരാണ് അള്ളാഹുവിലേക്ക് ഓടിയെടുക്കാനുള്ളത്? ആരാണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേട്ട് സ്വന്തം ഹൃദയത്തെ പ്രകമ്പിതമാക്കാനുള്ളത് എന്ന് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് സൂറത്തുൽ ഹദീദ്. പരലോക വിചാരം സമൃദ്ധമായി വരുന്ന ഈ ഒരു ഭാഗം വിശുദ്ധ ഖുർആനിൻ്റെ കേന്ദ്ര ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജുസ് ആണ്.